നമസ്കാരം. പതിരും കതിരും. കഥ പറയുമ്പോഴെന്ന സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രമായ ഈപ്പച്ചൻ മുതലാളിയെ ശിങ്കിടിയായി ഇടിവെട്ട് വർക്കി വിളിക്കുന്നത് ഈച്ചപ്പൻ മൊയലാളി എന്നാണ്. മൊയലാളി എന്തു പറഞ്ഞാലും വർക്കി പറയും, ശരി ഈച്ചപ്പൻ മൊയലാളി. അത് കേൾക്കുമ്പോൾ വർക്കിയുടെ കുറ്റി നോക്കിയൊന്ന് കൊടുക്കാൻ തോന്നും ഈച്ചപ്പൻ മുതലാളിക്ക്. ഇതുപോലെയാണ് നമ്മുടെ മന്ത്രി അമ്പലവാസവൻ്റെ കാര്യം. പിണറായി ദൈവത്തിൻ്റെ ശിങ്കിടിയായ ഇടിവെട്ട് വിപ്ലവകാരി വാസവൻ ഗൗതം അദാനിയെ വിളിക്കുന്നത് ശരിക്കും മൊയലാളി എന്നല്ല, അവർ പാർട്ണറാണ്. ഒരു ബൂർഷ്വാ മുതലാളി തൊഴിലാളി വർഗ പാർട്ടിയുടെ പാർട്ണറാകുന്ന അത്ഭുതം കണ്ട് മോദിജി പോലും വായ പിളർന്നു പോയി. ഇങ്ങനെ വേണം കമ്മ്യൂണിസം എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. ഇത് വളർച്ചയുടെ ലക്ഷണമാണ് മൊയലാളി. ഗൗതം അദാനി 4-5 വർഷം മുമ്പ് ബൂർഷയും ഫ്യൂഡൽ തെമ്മാടിയും കുത്തകയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴിതാ ആ മൊയലാളിയുടെ മടിയിലിരിക്കുന്നു പിണറായി വിജയൻ. കക്ഷത്തിലിരിക്കുകയാണ് വാസവൻ. കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷമെന്ന് പറയാറുണ്ട്. കെട്ട കമ്മ്യൂണിസം ഇപ്പോൾ ആഗോള മുതലാളിമാരുടെയും കുത്തകമാരുടെയും വായിൽ മോക്ഷം കാത്ത് കഴിയുകയാണ്. അധികാരം കിട്ടുമ്പോൾ നിങ്ങൾ ആകെ മാറിപ്പോകുന്നു. ഇനി പറയുന്ന വാക്കുകൾ ദാർശനികനായ MN വിജയൻ മാഷിൻ്റേതാണ്. ഇങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ മുമ്പുള്ള കൃഷ്ണപിള്ള ഇല്ലാതാകുന്നു. പാറശാല മുതൽ കാസർഗോഡ് വരെ ചെരുപ്പിടാതെ നടന്ന കൃഷ്ണപിള്ള ചെരുപ്പിട്ട് തുടങ്ങുന്നു. കാറിൽ കയറാത്ത കൃഷ്ണപിള്ള ഔഡി കാറിൽ കയറുന്നു. പൈലറ്റ് വാഹനം പോയി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിനെ കൊല്ലുന്നു. കൃഷ്ണപിള്ളയ്ക്ക് അറിയാതെ മാറ്റം സംഭവിക്കുന്നു. അധികാരം കമ്മ്യൂണിസ്റ്റുകളെ ആകെ മാറ്റിമറിക്കുന്നു. അത് ക്ലേശങ്ങൾ സഹിക്കാനുള്ള കഴിവിനെ ഇല്ലായ്മ ചെയ്യുന്നു. ആവശ്യത്തിനുള്ള വിപ്ലവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഔട്ട്ഡേറ്റഡായി മാറുകയായി. ഡോക്ടർ രോഗം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ ആവശ്യം ഇല്ലാതാകുന്നു. വിപ്ലവ വികാരങ്ങളുടെ മൂർച്ച കുറയുന്നു. യുദ്ധമില്ലെങ്കിൽ വാൾ അലങ്കാരമാകുന്ന പോലെയാണിത്. എങ്ങനെയുണ്ട് വിജയൻ മാഷിൻ്റെ ദാർശനികമായ ഈ നിരീക്ഷണങ്ങൾ? ബ്രണ്ണൻ കോളേജിലെ ഉത്തമ ശിഷ്യൻ ഒരു പ്രസ്ഥാനത്തെ എവിടെ കൊണ്ട് കെട്ടിയെന്ന കാഴ്ച കാണാൻ വിജയൻ മാഷ് ഇല്ലാതെ പോയത് ഭാഗ്യം. ആ കലാലയ അധ്യാപകൻ വിടവാങ്ങി. കമ്മ്യൂണിസ്റ്റുകാർക്കിന്ന് വിപ്ലവം കേവലം അലങ്കാരം മാത്രമാണ് മാഷേ. മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നു. അതിൻ്റെ അർത്ഥം മാറിപ്പോയിരിക്കുന്നു. മുതലാളി എന്ന ശത്രു ഇപ്പോൾ പാർട്ടിക്കില്ല. അതോടെ ആ പ്രശ്നം സംഘടനാ രൂപത്തെയും ആകെ മാറ്റിമറിച്ചു. ഇത് കേവലം വാസവൻ്റെ മാത്രം വാക്കിൻ്റെ പ്രശ്നമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നതോടെ നിങ്ങൾ കരുതിയിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ്. നിങ്ങൾ പട്ടിണി കിടന്നില്ലെങ്കിൽ മറ്റാരും പട്ടിണി കിടക്കുന്നില്ല എന്നാണ്. വിശക്കുന്നവരും നടന്നു പോകുന്നവരും കുറവായതിനാൽ ആ കുറഞ്ഞ അളവിനെ പരിഗണിക്കേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. മുതലാളിത്തവും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കുറഞ്ഞ അളവ് പട്ടിണിക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മൊട്ടയടിച്ചും കരഞ്ഞും സമരം നടത്തിയിട്ടും നിങ്ങൾ കാണാതെ പോകുന്നത്. നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ ജനങ്ങളല്ല, ഗൗതം അദാനിയാണ്. നിങ്ങളും നിങ്ങളുടെ വിഴിഞ്ഞം ഫാമിലിയും അദാനിയുടെ പേരടിച്ച ജാക്കറ്റിട്ട് പുലിമുട്ടിൽ കാറ്റുകൊള്ളാനിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ വാസവനെ പോലെയുള്ള ഇടിവെട്ട് വർക്കിമാർ അദാനിയെ നോക്കി വെള്ളമിറക്കി പറയുന്നു, ശരിയാ മൊയലാളി. ഓലപ്പുരയിലും ചാണകം മെഴുകിയ തറയിലും ജനിച്ചു വീണ് മുറ്റത്ത് മുട്ടിലിഴഞ്ഞ് ചൊറിയും ചിരങ്ങും പിടിച്ച് പാടവരമ്പത്തൂടെ നടന്നും ആറ്റിൽ കുളിച്ചും ഇക്കണ്ട വഴികളിലൂടെയെല്ലാം വെയിലും മഴയും നനഞ്ഞ് നടന്നും കരുത്തുള്ള മനുഷ്യരുടെ അധ്വാനം ഒന്നിച്ചിരുന്ന് കഴിച്ചും അവരുടെ സഖാവേ എന്ന വിളി കേട്ടും ഒന്നുമുണ്ടാക്കാതെ മുദ്രാവാക്യത്തിനു വേണ്ടി മാത്രം ഒച്ച വെച്ചും മരിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ മരിച്ച കമ്മ്യൂണിസ്റ്റുകളാണ്. ഇന്ന് രമിച്ച കമ്മ്യൂണിസ്റ്റുകളെ ഉള്ളൂ. അതിനാൽ നമുക്കൊന്നിച്ചു പറയാം സഖാക്കളെ, ഗൗതം അദാനി അവർ പാർട്ണർ, ലാൽ സലാം സഖാവേ. മൊയലാളി, നിങ്ങൾ പൂക്കുന്നിടത്ത ഞങ്ങളുടെ വസന്തം. നന്ദി.